1/2 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ള ഒരു ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ നല്ല ഗ്ലാസിൻ്റെ ജാറോ മാത്രം മതിയാവും നമുക്ക് ഈ ഒരു തൈര് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നല്ല കട്ടിയും അത്യാവശ്യത്തിന് പുളിയുള്ളൊരു തൈരാണത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 1/2 ലിറ്റർ പാൽ തിളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഗ്ലാസ് കൊണ്ട് വെള്ളം എടുത്തിട്ട് അത് നമുക്ക് ഈ കവറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതും കൂടി നമുക്ക് ഈ പാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം വരും കേട്ടോ ഈ വെള്ളം. ഇനി നമുക്ക് ഈ പാലിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ പാൽപാത്രം അങ്ങ് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതാ നമ്മളുടെ പാൽ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ അടുത്തുനിന്ന് മാറാതെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. തിളച്ച ഉടനെ തന്നെ നമുക്കിതിന് സ്ലിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം. അത് പൊങ്ങി പോവാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൽ നല്ലപോലെ ഒന്ന് തണുത്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പാലിവിടെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് തൈരാക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ തണുത്തിരിക്കണം പാൽ. ഇളം ചൂടൊന്നും ആവശ്യമില്ല. നല്ലപോലെ തന്നെ തണുത്ത പാലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പുള്ള ടിഫിൻ ബോക്സിലാണ് ഞാനിവിടെ പാലിനെ തൈരാക്കാനായിട്ട് വെക്കുന്നത്. നല്ല വൃത്തിയായിട്ടുള്ളൊരു പാത്രമായിരിക്കണം. എണ്ണമെഴുക്കൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും കേട്ടോ. ഇനി നമുക്കിതിന് ഈ പാത്രത്തിൽ ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ പാല് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ അടപ്പ് കൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് നമ്മൾ സ്റ്റൗ ഒക്കെ വെച്ചിരിക്കുന്ന കൗണ്ടർ ടോപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ തണുപ്പൊക്കെ ഉള്ള പ്രദേശങ്ങളാണെങ്കിൽ ഇതിന് നല്ല കട്ടിയായിട്ടുള്ളൊരു ടവൽ കൊണ്ട് പൊതിഞ്ഞ ശേഷം നമുക്കിതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനെ രാത്രിയാണ് വെച്ചിട്ടുള്ളത്. രാവിലെ ആകുമ്പോഴേക്കും നല്ല കട്ടിയായിട്ടുള്ള തൈര് തന്നെ നമുക്ക് കിട്ടും. രാവിലെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പാലിവിടെ നല്ല കട്ടിയുള്ള തൈരായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്